ഹായ് സുഹൃത്തുക്കളെ, ഈ ഏപ്രിൽ മാസത്തെ പൊതുവായിട്ടുള്ള ഒരു മാസത്തെ ഫലം ഒന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു പ്രഡിക്ഷനകത്ത് ഒരു കാരണവശാലും നമ്മൾ ചൊവ്വയെ കൺസിഡർ ചെയ്തിട്ടില്ല, അതുപോലെ കേതു രാഹുക്കളെ കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം കേതുവും രാഹു ഒക്കെ എന്ന് പറഞ്ഞാൽ ബാഡ് പ്ലാനറ്റ് ആണ്. അപ്പം നമ്മുടെ ബർത്ത് പല രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടുതരാനുള്ള കഴിവുള്ള ഇതാണ്. പ്രത്യേകിച്ച് ചില ആൾക്കാരുടെ ബർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കേതു ചൊവ്വ ഒക്കെ കണക്റ്റഡ് ആണ്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാണ് മൾട്ടിപ്പിൾ ആക്സിഡന്റ്, മൾട്ടിപ്പിൾ സർജറികൾ നടത്താൻ, മൾട്ടിപ്പിൾ ആക്സിഡന്റ് നടത്താനൊക്കെ ഉള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷെ അത് ഈ ഗ്രഹങ്ങൾ ചൊവ്വയുടെ മേളിൽ കൂടെ ചൊവ്വ പാസ് ചെയ്യുന്ന സമയമാണെന്നൊരു 100% ആക്സിഡന്റ് പറ്റിയിരിക്കും. അല്ലെന്നൊരു കേതു പാസ് ചെയ്താൽ 100% ആക്സിഡന്റ് പറ്റിയിരിക്കും. പക്ഷെ അങ്ങനെയുള്ള വൃത്തിയാട്ടുകാർക്ക് മാത്രമേ അത് അഫക്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ചില ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആക്സിഡന്റ് ഒക്കെ നടക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ബ്ലഡ് ദാനം ചെയ്യുക, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക, അതുപോലെ ഒരു പിന്നെടുത്തിട്ട് ഒരു കയ്യിലൊന്ന് കുത്തിയിട്ട് ശകലം ബ്ലഡ് ഭൂമിക്ക് ഇടയ്ക്കൊന്ന് ദാനം ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇച്ചിരി വെള്ളം കുടിക്കുക, ഇച്ചിരി ഫുഡ് കഴിക്കുക. അങ്ങനെയൊക്കെ ഉള്ള ചെയ്യുമ്പോഴത്തേന് അതിന്റെ നെഗറ്റീവായിട്ടുള്ള എനർജികൾ പോകാനും എടുക്കാനും ഒക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുണ്ട്. മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് ദാനം ചെയ്യുക, പല അസുഖങ്ങൾ വരാതിരിക്കാനും ഒക്കെ നമുക്ക് സഹായിക്കും. മാത്രമല്ല അതൊരു മംഗളകർമ്മം കൂടെയാണ്. ആർക്കെങ്കിലും ഒക്കെ ഒരു അവരുടെ ഒരു ജീവിതമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കർമ്മം കൂടാണ് ഇതിലുപരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു കാര്യം കൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഞാൻ ഈ നമ്മുടെ ഇതിനകത്ത് രാഹു, കേതു, ചൊവ്വ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ശനിയുടെ മേടി ശനിയൊക്കെ പാസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് വരിൽ അങ്ങനെയുള്ള ആൾക്കാരാണെന്ന രീതിയിൽ ചിലപ്പോൾ അവരുടെ പ്ലാനറ്ററി പൊസിഷൻ മോശം ഇതാണെന്ന് വരി ചില ആൾക്കാരെ പട്ടി കടിക്കാനോ അല്ലെ കാലിനൊക്കെ ആക്സിഡന്റ് പറ്റാന്, സ്കൂട്ടറിൽ 2 വീലറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കാലിനൊക്കെ ആക്സിഡന്റ് പറ്റാനും എടുക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതും കൂടെ ഒന്ന് പറയുക. അപ്പം ആ ഒരു ഓരോ പൊസിഷൻ വെച്ചിട്ടാണ്. അപ്പൊ എല്ലാവരും അത് നമുക്ക് ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പോകുന്നത് ശരിയല്ല. കാരണം ഓരോരുത്തരുടെയും പ്ലാനറ്ററി പൊസിഷൻ, അതായത് ഗ്രഹങ്ങളുടെ ഓരോ കോമ്പിനേഷൻ എന്നാണ് ഡിഫറൻറ്റാണ്. അതനുസരിച്ച് ഇപ്പൊ ഒരു നാളില് 100 പേര് ജനിച്ചു കഴിഞ്ഞാൽ 100 പേരും ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കുറച്ച് കാര്യങ്ങൾ കർമ്മ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചൊക്കെ മാച്ചാകും എന്നുള്ളതല്ലാതെ അവരുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും കാരണം അതിന്റെ ആ പ്ലാനറ്ററി കണക്ടിവിറ്റിയാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ശുക്രന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കണക്ടിവിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാകും. നമ്മൾ ബൃഹനാടിയുടെ ആയിട്ട് ബന്ധപ്പെട്ട ചാർട്ട് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ രാഹു കേതുവിന്റെ കാര്യം പറഞ്ഞു. അതേമാതിരി ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് 4-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അല്ലെന്നൊരു 13-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അതുമല്ലെന്നൊരു 22-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അമിത്ഷാ ഒക്കെ 22-ാം തീയതി ജനിച്ച ആളാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു റോബിൻ ഹുഡിന്റെ ക്യാരക്ടർ അല്ലെ രാഹുവിന്റെ ആയിട്ടുള്ള ഒരു എനർജി കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കുക. അതേമാതിരി 7-ാം തീയതി ജനിക്കുന്നത്, 16-ാം തീയതി ജനിക്കുന്നത്, 25-ാം തീയതി ജനിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ കേതുവിന്റെ ഒരു എനർജി കൂടുതലാണ്. അപ്പൊ ഈ കേതുവൊക്കെ പല കേസിലും ഒക്കെ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അവർക്ക് തണ്ടലിന്റെ നടു ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് പ്രശ്നം വരും. അതുകൊണ്ട് നമ്മുടെ ഈ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഏത് ഗ്രഹമായാലും 6-ലും 8-ലും 12-ലും പൊതുവെ അങ്ങനെ നല്ലതല്ല. പ്രത്യേകിച്ച് 6, 8 എന്നൊക്കെ പൊസിഷൻ വന്നു കഴിഞ്ഞാൽ മോശമാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ 8 പൊസിഷൻ എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ കളി എന്നാണ് പറയുന്നത്. അതായത് മരണവും ഡെത്തും കാര്യങ്ങളൊക്കെ പ്രൊഡിക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. പക്ഷെ ഇതിനുപരി ഒരുപാട് ലോട്ടറി, വലിയൊരു ലോട്ടറി അടിക്കുക, വലിയൊരു സമ്പത്ത് അടിക്കുക, വലിയ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സൗഭാഗ്യങ്ങൾ വരിക, ഇങ്ങനെയൊക്കെ ഉള്ളതും ഈ 8ാമത്തെ 8th പൊസിഷൻ തന്നെയാണെന്നുള്ള മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി നിങ്ങളുടെ കാര്യങ്ങൾ ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പൊ ബുധനായാൽ പോലും 8th ഹൗസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൻ അലർജി, കടങ്ങളെ അല്ലെന്ന രീതിയിൽ ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം മുടങ്ങാൻ, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കേതു ബുധനൊക്കെ കണക്ട് ചെയ്തിരുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഇടയ്ക്ക് തടസ്സപ്പെടാൻ, അല്ലെന്നൊരു കടങ്ങൾ വരാൻ, അതും അല്ലെന്നൊരിൽ ഈ പറഞ്ഞ സ്കിൻ അലർജി, ചില ആൾക്കാർക്ക് വെരിക്കോസ്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പോസിറ്റിവിറ്റിയാണ്. പ്രത്യേകിച്ച് ഈ കേതു ബുധനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ബർത്തിയായിട്ട് കണക്ട് ആയിരിക്കണം. അതായത് 1592617371148 അങ്ങനെ കണക്ടിവിറ്റി ഉണ്ട്. ആ ഒരു രീതിയിൽ ഞാനീ പറയുന്ന വേദിക് അസ്ട്രോളജി അല്ല. വേദിക് അസ്ട്രോളജിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്ത് ബൃഹനാടിക്കകത്തൊക്കെ ഓരോ കാര്യങ്ങളും കറക്റ്റ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും കറക്റ്റ് പ്രിഡിക്റ്റ് ചെയ്യാനും പറയാനും ഇലാബറേറ്റഡ് ആയിട്ട് നമുക്ക് എന്ന് ജോലി കിട്ടും, എത്രാമത്തെ വയസ്സ് ജോലി കിട്ടും, അല്ലെങ്കിൽ എന്ന് കല്യാണം കഴിക്കാൻ പറ്റും, അങ്ങനെ A to Z പറയാൻ കഴിയുമോ എന്നുള്ളത് മനസ്സിലാക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ ബുധൻ നെഗറ്റീവ് ആയിരിക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഈ വേറെ വീട്ടിലെ ചിലപ്പോൾ ബൾബൊക്കെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേനും നമ്മൾക്ക് അത് ചെക്ക് ചെയ്യുക.
അതേമാതിരി വിട്ടുമാറാത്ത ഈ ഒരു സ്കിൻ നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ശുക്രനായാലും വയറുമായിട്ട് ബന്ധപ്പെട്ടത് ഓരോ ഡയറക്ഷനിലും ആണെങ്കിലും നമുക്ക് റോങ് ആയിട്ടുള്ള ടോയ്ലറ്റിന്റെ ഒക്കെ പൊസിഷൻ വന്നാൽ പോലും ഇങ്ങനെയുള്ള പ്രശ്നമാണ്. നമ്മളത് പല വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്, എല്ലാം കൂടി ഇതിനകത്ത് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ അതേപോലെ നമ്മുടെ വീട്ടിലെ ചില ആൾക്കാരുടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പൈപ്പ് പോലും ഇങ്ങനെ പൊട്ടി വെള്ളം പോവുക റെഗുലറായിട്ട്. അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുടെ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രന് നെഗറ്റീവായിട്ടുള്ള വരും. ചന്ദ്രൻ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ മെന്റലി ഡിസ്റ്റർബ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരും. നമുക്ക് ഇമോഷണലായിട്ട് ആവശ്യമില്ലാത്ത ഫീലിംഗ്, ഒരു ഡിപ്രഷൻ മാതിരിയുള്ള സിറ്റുവേഷൻ വരിക. അങ്ങനെയൊക്കെയാണ്. പ്രത്യേകിച്ച് ബർത്തിയാട്ടില് നമ്മുടെ ലഗ്നത്തിലൊക്കെ 3.2 ഡിഗ്രിയിലൊക്കെ ചന്ദ്രനൊക്കെ അലൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് 100% ഓട്ടിസം മാതിരിയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലഗ്നവുമായിട്ട് ചന്ദ്രനെ അലൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഡിസ്റ്റർബൻസ്, അതല്ലെന്നൊരു പ്രത്യേകിച്ച് കേതു ചന്ദ്രൻ കണക്ട് ആണെന്നൊരു 100% അവർക്ക് മൈൻഡ് ഡിസ്റ്റർബ് ആയിരിക്കും. അതൊക്കെ എന്ന് പറഞ്ഞാൽ 100%. ഇങ്ങനെ ഓരോ ഗ്രഹത്തെ പറ്റിയും അപഗ്രഥിച്ച് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഈ വീഡിയോ ലോങ് ആയിപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിലോട്ട് കടക്കുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്. നമ്മുടെ പല വീഡിയോയ്ക്കകത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ടച്ച് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റത്തില്ല. അതുമാത്രമല്ല ജനങ്ങൾക്ക് പോലും ചില ആൾക്കാർക്ക് ഓഡിയൻസിന് ബോർ ആകുന്ന ടൈപ്പുള്ള ഒരു കമന്റും ഇടയ്ക്ക് വരും. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അതേപ്പറ്റി ആ ഒരു പല ടൈപ്പുള്ള ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവഗ്രഹമാണ്. ഈ പറയുന്ന ജൂപ്പിറ്ററും അതായത് വ്യാഴം, ഈ വ്യാഴവും മറ്റൊരു ബുധന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ഗ്രഹങ്ങൾ കണക്ട് ചെയ്തിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ 100% അല്ലെങ്കിൽ ഈ പറഞ്ഞ ചില ശനി, ചില പൊസിഷന്, അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു സബ്ജക്ട് വളരെ ഇഷ്ടമായിരിക്കും. അതേമാതിരി നമ്മുടെ ഈ ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ആ ഒരു ഓപ്ഷൻ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട റെഗുലർ ആയിട്ടുള്ള വീഡിയോ കിട്ടുന്നതാണ്. കാരണം ഈ ഒരു ടൈപ്പ് നോക്കിയപ്പോൾ ഈ കൊടുത്തേക്കുന്നതായിട്ടുള്ള കറക്റ്റ് ഒരു പ്രഡിക്ഷൻ, ഈ ഒരു എത്ര സ്റ്റാർ വരെ ഉണ്ടെന്നുള്ളത് കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള മന്ത്ലി പ്രഡിക്ഷൻസ് എല്ലാ പ്രാവശ്യവും കിട്ടും. അത് തന്നെയല്ല നിങ്ങൾക്ക് ഇനി അല്ലെങ്കിൽ ഇത് ലേറ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. നമുക്ക് ആ ഒരു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു പെയ്ഡായിട്ടുള്ള രീതിയിൽ പോകാൻ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള ഈ പ്രഡിക്ഷന്റെ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പെയ്ഡായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൈം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് കാണാൻ പറ്റത്തുള്ളൂ. ആ ഒരു രീതിയിലൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് നേരത്തെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് പിന്നെ ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. അതുപോലെ ഈ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതും കൂടെ ഒന്ന് ഞെക്കിയേക്കുക. അപ്പൊ അത്ര ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പല രീതിയിൽ നമുക്കൊരു എൻകറേജ്മെന്റ് ആണ്. അപ്പൊ അതൊന്നും മറക്കാതിരിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. മലയാളത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ചാനലിലും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ വരുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത്, ട്രാവല്, ഫൈനാൻസ്, കരിയർ അല്ലെങ്കിൽ റൊമാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ സബ്ജക്ട് എത്ര സ്റ്റാർ ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട് വരാം. നിങ്ങൾ നോക്കി ഈ ഒരു പ്രഡിക്ഷന്റെ എത്ര അക്യുറസി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാജുവലി ഒരു 2-3 മാസം ഇത് കണ്ടു കഴിയുമ്പോഴത്തന്നെ അത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഒന്ന് ഇതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ടുള്ള ഇങ്ങനെ വീഡിയോസ് കാണാൻ പറ്റും. മിഥുനൻ രാശി നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ നക്ഷത്രാധിപൻ ബുധനാണ്. അതുപോലെ ഇതിനകത്ത് നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ മകയിരം, തിരുവാതിര, പുണർദം. മകയിരത്തിന്റെ ഒടുവിലത്തെ 2 പാദങ്ങള്, പിന്നെ തിരുവാതിര, പുണർദത്തിന്റെ ആദ്യത്തെ 3 പാദങ്ങൾ ഇത്രയാണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മകയിരത്തിനെ കൺട്രോൾ ചെയ്യുന്നത് ചൊവ്വാണ്, ഗുരുകർമ്മയാണ്. തിരുവാതിരയെ നോക്കിക്കഴിഞ്ഞാൽ രാഹുവാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ ശുക്രകർമ്മയാണ്. തിരുവാതിരയെ നോക്കിക്കഴിഞ്ഞാൽ രാഹുവാണ് കൺട്രോൾ ചെയ്യുന്നത്, ശുക്രകർമ്മയാണ്. അതുപോലെ പുണർദത്തെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴമാണ് കൺട്രോൾ ചെയ്യുന്നത്, ശനികർമ്മയാണ്. അപ്പൊ നിങ്ങൾ ഈ കർമ്മ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മകയിരൻ രാശിക്കാർക്ക് ഈ ചൊവ്വായും ഗുരുകർമ്മ എന്ന് പറയാം. അപ്പൊ ചൊവ്വയുടെ ആയിട്ടുള്ള ദേഷ്യം, ഗുരുകർമ്മ എന്ന് പറയുമ്പോൾ അതിന്റെ ആയിട്ടുള്ള ഡിസിപ്ലിന്, അല്ലെങ്കിൽ ഗുരുവിന്റെ ഒരു ഡിസിപ്ലിന്, അല്ലെങ്കിൽ ബാങ്കിങ് സെക്ഷന്, ഫൈനാൻസ്, അല്ലെങ്കിൽ ടീച്ചിങ് പ്രൊഫഷന്, ഇങ്ങനെയൊക്കെ ഉള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇതൊക്കെ വർക്ക് എടുക്കാനുള്ള ഒരു ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ തിരുവാതിരയാണെന്ന രീതിയിൽ ഈ ബുധന്റെ ആയിട്ടുള്ള ഒരു എനർജി, ഒരുപോലെ കമ്മ്യൂണിക്കേഷന്റെ ഗ്രഹമാണ്. ഒരുപാട് ചില കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനെടുക്കാനല്ലേ, റീഡിങ് ഹാബിറ്റ്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഇത്. അതുപോലെ രാഹു നിൽക്കുന്നു, രാഹു ശുക്രനൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈ സെക്ഷൽ എനർജിയാണ്. അപ്പൊ ശുക്രനെ എന്ന് പറഞ്ഞാൽ ഈ ഹൈ സെക്ഷൽ എനർജി എന്ന് പറഞ്ഞാൽ അവിടെ രാഹുവിന്റെ കർമ്മയ ഗ്രഹങ്ങളാണ് കറക്റ്റായിട്ട് 100%. പക്ഷെ ഈ ഒരുന്റെ ആയിട്ടുള്ള ഒരു മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ടുള്ള ഒരു ആ ശുക്രനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു സംഭവമാണ് രാഹു എന്ന് പറയുന്നത്.
അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരും ഈ പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷന്റെ ആയിട്ട് ഗ്രഹമായിട്ടുള്ള ബുധന് അതുകൊണ്ട് കലാപരമായിട്ടുള്ള കഴിവ് കാര്യങ്ങള് ഇങ്ങനെയൊക്കെ പ്രത്യേകിച്ച് അവരോട് ജനിച്ച് വളർന്ന ചുറ്റുപാടിൽ ആണെന്നൊരു അവർക്ക് കൂടുതലായിട്ടുള്ള എക്സ്പോസ് ചെയ്യാനൊക്കെ എടുക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ ബർത്ത് ചാർട്ടിലെ ഗ്രഹങ്ങളുടെ പൊസിഷന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ പുണർത്തത്തിനെ ആണെന്ന് വരിൽ ഈ വ്യാഴമാണ് കൺട്രോൾ ചെയ്യുന്നത്, ശനികർമ്മയാണ്. അപ്പൊ ശനിയുടെ ആയിട്ടുള്ള റേഡിയേഷനുള്ള ചില മടി കാര്യങ്ങള്, അതുപോലെ വ്യാഴത്തിന്റെ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ അല്ലെന്നൊരു ഈ ബാങ്കിങ് ഫൈനാൻസ് ഇങ്ങനെയൊക്കെ ഉള്ള സെക്ടറിൽ വർക്ക് ചെയ്യാൻ അല്ലെന്നൊരു കമ്മ്യൂണിക്കേഷന്റെ ഗ്രഹമാണ് ബുധന്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുധന്റെ കണക്ടിവിറ്റിയുള്ള സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, വാട്സപ്പ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ യൂസ് ചെയ്യാൻ എടുക്കാൻ, ഇങ്ങനെ പ്രത്യേകിച്ച് ബാങ്കിങ് ഫൈനാൻസ് ഇങ്ങനെയൊക്കെ ഉള്ള ചിലടത്ത് വർക്ക് ചെയ്യാൻ അല്ലെന്നൊരു മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ള ചിലടത്ത് വർക്ക് ചെയ്യാൻ എടുക്കാനൊക്കെ ഉള്ള ഒരു പല രീതിയിലൊക്കെ നമുക്കതിനെ പിന്നെ പറയാൻ പറ്റും. പക്ഷെ ഇതല്ല, നമ്മുടെ പ്ലാനറ്ററി പൊസിഷനാണ് ഇമ്പോർട്ടന്റ്. നമ്മുടെ ബർത്ത് ചാർട്ടിലെ പൊസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വെച്ചാണെന്നൊരു നമുക്ക് ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും ജീവിതത്തിൽ കടന്നു പോകുന്നതും വരാനിരിക്കുന്നതും വന്നതും ഓരോരോ മെയിനായിട്ടുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ജീവിതത്തിൽ എന്ന് ഫസ്റ്റ് ജോബ് കിട്ടുമെന്നും അല്ലെന്നൊരു ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അല്ലെന്നൊരു കല്യാണം നടക്കാനുള്ളത്, വണ്ടി വാങ്ങിക്കാനുള്ളത്, അങ്ങനെയല്ല ഫോറിൻ ട്രാവൽ ചെയ്യാൻ പറ്റുമോ, ഫോറിനിൽ പോയാൽ സെറ്റിൽ ചെയ്യാൻ പറ്റും, ഏറ്റവും നമുക്ക് അറിയാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഞാൻ ഈ ചെയ്യുന്ന ബൃഹനാടിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ശുക്രന്റെ വീഡിയോ ഒക്കെ ചെയ്തതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലോങ് പ്രഡിക്ഷൻ ഉണ്ട്. ഓരോ ആൾക്കാരെ പറ്റിയുള്ള അത്യാവശ്യം നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ഇത് ഐക്യത്തിൽ പോകാന്, അല്ലെന്നൊരു സഹോദരങ്ങൾ വിദേശത്തൊക്കെ ഉള്ള സഹോദരങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവരെ കണ്ടുമുട്ടാന്, അവരുമായിട്ടൊക്കെ ഉള്ള നല്ല സല്ലാപങ്ങൾ നടത്താന്, അതുപോലെ അയൽവക്കക്കാരുമായിട്ടൊക്കെ നല്ല ടേംസിൽ പോകാന്, പഴയ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നതിൽ പറഞ്ഞു തീർക്കാൻ എടുക്കാന്, അതുപോലെ ബാല്യകാല സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, പിന്നെ എന്തെങ്കിലും പാർട്ടീഷനൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പ്രോപ്പർട്ടി പാർട്ടീഷൻ ചെയ്യാനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. മാത്രമല്ല നല്ല പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങള്, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങള്, അങ്ങനെ അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് പുതിയ പാർട്ട്നേഴ്സിനെ കിട്ടാൻ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഹസ്ബൻഡ് വൈഫൊക്കെ എന്ന് പറഞ്ഞാൽ വിദേശത്തൊക്കെ ഉള്ള ഹസ്ബൻഡ് വൈഫൊക്കെ കണ്ടുമുട്ടാന്, അല്ലെന്നൊരു നല്ല നർമ്മ സല്ലാപങ്ങൾ നടത്താന്, അതുപോലെ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടായിട്ട് ഹസ്ബൻഡ് വൈഫൊക്കെ എന്ന് അത് പറഞ്ഞു തീർത്ത് നല്ല രീതിയിലുള്ള സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ നല്ല സല്ലപിക്കാൻ എടുക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ കല്യാണമാലോചനകൾ വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങളാണ്, പുതിയ വിവാഹാലോചനകൾ വരാന്. അതുപോലെ ബിസിനസ്സിനകത്ത് എന്തോന്ന് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ എഗ്രിമെന്റ്, പുതിയ കരാറുകളൊക്കെ ലഭിക്കാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും വളരെ അനുകൂലമായിട്ട് വരാനും നടക്കാനും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ ഏപ്രിൽ 19 കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വീടൊക്കെ വെക്കാനൊക്കെ ഉള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വീടൊക്കെ വെക്കാന്, അല്ലെ വീട് മോടി പിടിപ്പിക്കാന് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. വീടുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാന്, അല്ലെന്നൊരു നമ്മുടെ കൃഷി അല്ലെന്നൊരു ഇങ്ങനെയൊക്കെ ഉള്ള റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻകം കിട്ടാനൊക്കെ ഉള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ എന്തെങ്കിലും ലോണൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ലോണ് കിട്ടാന്, അല്ലെന്നൊരു അതുമായിട്ട് ബന്ധപ്പെട്ട ലോണ് പാസ്സായി വരാന്, ബാങ്ക് ലോണ് അല്ലെന്നൊരു ക്രെഡിറ്റ് കാർഡ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ, അതുപോലെ കടമൊക്കെ കൊടുത്ത പൈസ ഒന്നും തിരിച്ചു കിട്ടാനും എടുക്കാനും ഒക്കെ ഉള്ളവർ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടിരിക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടും, 100% ജോലി കിട്ടാനൊക്കെ ഉള്ള ഒരു സാധ്യത. അതുപോലെ എന്തെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ആ ഒരു ജോലിയുടെ ആയിട്ടുള്ള കൺഫർമേഷൻ വരാനെടുക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ റെസ്പെക്ട്, നല്ല ബഹുമാനങ്ങൾ കിട്ടാന്, നല്ല പ്രശംസകൾ കിട്ടാനെടുക്കാന്, അതുപോലെ ജോബ് പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ സ്പെക്കുലേറ്റീവ് ഗെയിൻ, എന്തെങ്കിലും ഊഹക്കച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ ഉള്ള ഒരു ലാഭം ഉണ്ടാക്കാൻ, ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചെയ്യുന്ന ആൾക്കാർക്ക്, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് പൊതുവെ നോക്കി കഴിഞ്ഞാൽ
ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ അതിനകത്ത് നോക്കി എച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. ഹെൽത്ത് 4 സ്റ്റാറാണ് ഇട്ടേക്കുന്നത്. ടോട്ടൽ 5 സ്റ്റാറാണുള്ളത്. അതിനകത്ത് 4 സ്റ്റാറുണ്ട്. അതുപോലെ ട്രാവൽ എന്ന് പറയുന്നിടത്ത് 4 സ്റ്റാറുണ്ട്. അതുപോലെ വെൽത്ത് 3 സ്റ്റാറുണ്ട്. പിന്നെ ലക്ക് 3 സ്റ്റാറുണ്ട്. പിന്നെ റൊമാൻസ് 2 സ്റ്റാറുണ്ട്. അതുപോലെ ഫൈനാൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സ്റ്റാറുണ്ട്. അതുപോലെ സ്റ്റഡി നോക്കിക്കഴിഞ്ഞാൽ 2 സ്റ്റാർ. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങളുടെ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് വ്യത്യാസം വരും. ഓരോ ആൾക്കാരുടെ പ്ലാനറ്ററി പൊസിഷനുള്ള അനുസരിച്ച്, കാരണം ഓരോ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഇതിനൊക്കെ ഉള്ളൊരു വ്യത്യാസം വരുമെന്നുള്ള കാര്യങ്ങളുടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കും.